നമസ്കാരം. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പാഠപുസ്തകം 2ാം ഭാഗത്തിലെ ആദ്യത്തെ യൂണിറ്റ് 4ാമത്തെ യൂണിറ്റാണ്. വളരെ മനോഹരമായ ഒരു യൂണിറ്റാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം, അതായത് ഈ ചരാചരങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് നിലനിൽക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഒരു ജീവിവർഗം അല്ലെങ്കിൽ അതിലെ ഒരു ഘടകം ഇല്ലാതായാൽ ബാക്കി ഘടകങ്ങൾക്ക് നിലനിൽക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഋഷിമാരും മുനിമാരും കവികളും നാടകകൃത്തുക്കളുമെല്ലാം പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് പ്രകൃതി വർണ്ണനകൾ, പ്രകൃതിയുടെ പ്രാധാന്യം എല്ലാം വരും തലമുറകൾക്ക് വിളിച്ചോതിയിരുന്നു. അപ്പം നമ്മുടെ ഈ യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ പ്രകൃതിയുടെ കവി എന്ന് പറയുന്ന നമുക്ക് വിളിക്കാവുന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ വരികളിലൂടെയാണ്. വുഡ്ലാൻഡ് വിസ്പേഴ്സ് എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: വൺ ഇമ്പൾസ് ഫ്രം എ വേണൽ വുഡ് മേ ടീച്ച് യു മോർ ഓഫ് മാൻ, ഓഫ് മോറൽ ഈവിൾ ആൻഡ് ഓഫ് ഗുഡ് ദാൻ ഓൾ ദ സേജസ് ക്യാൻ. സേജസ് എന്ന് പറഞ്ഞാൽ മുനിവര്യന്മാർ അല്ലെങ്കിൽ ഋഷിമാർ എന്നർത്ഥം. അപ്പോൾ മുനിമാരെക്കാളും മനുഷ്യനെ ഏറ്റവും നന്മ പകർന്നു നൽകാൻ കഴിയുന്നത് മുനിമാരും ഋഷിമാരും സന്യാസി ശ്രേഷ്ഠന്മാരുമൊക്കെയാണ്. അപ്പോൾ അവരെക്കാളും നന്മതിന്മകൾ ഒരു മനുഷ്യനെ പഠിപ്പിക്കാൻ വസന്തകാലത്തെ ഒരു വനത്തിന് കഴിയുമെന്നാണ് കവി പറയുന്നത്. മനുഷ്യരെക്കാട്ടിലും മുനിമാരെക്കാളും പ്രകൃതിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വരികൾ കവി പാടിയിരിക്കുന്നത്. നമ്മുടെ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. അഭിജ്ഞാന ശാകുന്തളം സാൻസ്ക്രിറ്റിലാണ് എഴുതിയിട്ടുള്ളത്. കാളിദാസൻ്റെ വേറെ പല കാവ്യങ്ങളും, മേഘദൂത്, രഘുവംശം, ഇങ്ങനെ പല പ്രധാനപ്പെട്ട കാവ്യങ്ങളും നാടകങ്ങളുമൊക്കെ നാം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഇതിൽ കവി ശകുന്തളയുടെ കഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ശകുന്തളയും ദുഷ്യന്തനും ഒക്കെ ആണെങ്കിലും ഏറെ പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൃതിയാണ് ഇത്. അതിൽ ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രം വിശ്വാമിത്ര മഹർഷിക്കും മേനകയ്ക്കും പിറന്ന കുഞ്ഞാണ്. വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുമ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിൽ അസൂയ പൂണ്ട ഇന്ദ്രൻ, അതായത് തൻ്റെ ഇന്ദ്രപദവി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കുവാനായി മേനകയെ അയക്കുന്നു. അപ്പോൾ മേനക വന്ന് നൃത്തം ചെയ്യുന്നു. വിശ്വാമിത്രൻ്റെ തപസ് മുടങ്ങി. അദ്ദേഹം മേനകയെ കാണുന്നു. അങ്ങനെ മേനകയെ വിവാഹം കഴിക്കുന്നു. അതിലുണ്ടായ കുഞ്ഞാണ് ശകുന്തള. അപ്പോൾ തൻ്റെ ദൗത്യം കഴിഞ്ഞതും ഋഷിയുടെ തപസ് മുടക്കുക എന്നതാണ് മേനകയുടെ ദൗത്യം. ഇന്ദ്രൻ അയച്ചതാണ്.
അപ്പൊ തൻ്റെ ദൗത്യം കഴിഞ്ഞതും മേനക തിരിച്ച് സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ശകുന്തളയെ മാലിനി നദീതീരത്ത് ഉപേക്ഷിച്ചാണ് പോവേണ്ടത്. കുഞ്ഞിനെയും കൊണ്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാലിനി നദീതീരത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ പക്ഷികളാണ് ശകുന്തളയെ ഭക്ഷണം കൊടുക്കുന്നതും നോക്കുന്നതുമൊക്കെ. അപ്പോൾ പക്ഷികൾക്ക് ശകുന്തങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണു മഹർഷി വരികയും ഈ കുഞ്ഞിനെ കാണുകയും ചെയ്യുന്നു. ശകുന്തങ്ങൾ ഭക്ഷണം കൊടുത്ത് വളർത്തിയത് കൊണ്ട് ശകുന്തള എന്ന് പേരിടുന്നു. അങ്ങനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ശകുന്തള കണ്ണു മഹർഷിയുടെ ദത്തുപുത്രിയായി വളരുന്നു. 2 കൂട്ടുകാരികളുണ്ട്, അനസൂയയും പ്രിയംവദയും. അങ്ങനെ യൗവനയുക്തയായ ശകുന്തള ചെറുപ്പകാലം മുതൽ തന്നെ പ്രകൃതിയോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയാണ് ശകുന്തള. അതായത് ശകുന്തളയെക്കുറിച്ച് കണ്ണു മഹർഷി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: താനേ തൊണ്ട നനയ്ക്കയില്ലവൾ നനച്ചിടാതെ ഈ നിങ്ങളെ. അതായത് ആ ആശ്രമ പരിസരത്തുള്ള ചെടികളെ നനയ്ക്കാതെ തൊണ്ട പോലും സ്വന്തമായി ശകുന്തള നനയ്ക്കയില്ല എന്നാണ് പറയുന്നത്. താവും കൗതുകമെങ്കിലും കരുണയാൽ പൊട്ടിച്ചിടാ പല്ലവം. അതായത് ഒരു പൂവോ ഒരു ഇലയോ പോലും മുറിക്കുവാൻ, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പൂവും ഇലയും ഒക്കെ മുറിക്കുവാൻ നമുക്ക് ഭയങ്കര കൗതുകമായിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ പൂവിൻ്റെ അടുത്ത് വിട്ടാൽ അവർ വേഗം പൂവ് മുറിച്ചെടുക്കും. അപ്പോൾ കൗതുകമുണ്ടെങ്കിൽ തന്നെയും കരുണയാൽ ഒന്നിനെയും നോവിക്കാതെ ഒന്നിനെയും പൊട്ടിച്ചിടാത്ത ആളാണ് ശകുന്തള. അപ്പോൾ അങ്ങനെയുള്ള ശകുന്തള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവൾക്ക് സമ്മതം കൊടുക്കൂ എന്ന് കണ്ണു മഹർഷി പ്രകൃതിയോട് പറയുന്നതും അവിടെ കുയിൽ കൂവുന്നതായിട്ടും അത് കുയിൽ സമ്മതം കൊടുക്കുന്നതായിട്ടും ഒക്കെയാണ് ആ നാടകത്തിൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം ശകുന്തളയ്ക്ക് പ്രകൃതിയോട് അങ്ങോട്ടും അതേപോലെ പ്രകൃതിക്ക് ഇങ്ങോട്ടും. ശകുന്തള കാട്ടിലെത്തിയ ദുഷ്യന്തനെ വിവാഹം കഴിക്കുകയും ഗാന്ധർവ വിധിപ്രകാരം മാതാപിതാക്കളുടെ, അതായത് കണ്ണു മഹർഷിയുടെ അനുവാദം വാങ്ങാതെ വിവാഹം കഴിക്കുകയും ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുകയും അത് കണ്ണു മഹർഷി അശരീരിയായി ദുഷ്യന്തൻ്റെ പുത്രൻ നിങ്ങളുടെ മകളുടെ വയറിൽ വളരുന്നു, ഈ ലോകത്തിന് തന്നെ നന്മ പകരുവാൻ വളരുന്നു എന്ന് പറയുകയും അപ്പോൾ തൻ്റെ മകൾ ഇങ്ങനെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞ് മകളെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കണ്ണു മഹർഷി പറഞ്ഞയക്കുന്നതും അപ്പോൾ ഒരു പിതാവിൻ്റെതായ ദുഃഖം അദ്ദേഹത്തിനുണ്ടാകുന്നു. അങ്ങനെ ആ ഒരു കുടുംബത്തിൽ ഒരു അച്ഛനുണ്ടാകുന്നത്, പ്രകൃതിക്ക് മനുഷ്യനോടുള്ള സ്നേഹം, മനുഷ്യന് പ്രകൃതിയോടുള്ള സ്നേഹം, ഒരു അച്ഛന് പുത്രിയോടുള്ള സ്നേഹം, ഒരു പുത്രി എന്തൊക്കെ ധർമ്മങ്ങൾ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ ചെയ്യണം, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. വളരെ മനോഹരമായ ഒരു നാടകമാണ്. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, കുറച്ച് ഭാഗമാണ് നമുക്ക് ശാകുന്തളത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ ബേർഡ് വാച്ചിങ്, അതായത് പക്ഷികളുടെ നിരീക്ഷണത്തിന് ഒരുപാട് സംഭാവന ചെയ്ത സലീം അലി എന്ന പക്ഷി ശാസ്ത്രജ്ഞൻ്റെ ഓട്ടോബയോഗ്രാഫി, WB യീറ്റ്സിൻ്റെ ഒരു പോയം ഒക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തുടങ്ങുമ്പം തന്നെ വീണ്ടും ജോൺ കീറ്റ്സിൻ്റെ ഒരു 4 വരികൾ നമുക്കുണ്ട്. The poetry of earth is never dead when all the birds are faint with the hot sun and hide in cooling trees. A voice will run from hedge to hedge about the new mown mead. അതായത് ഓൺ ദ ഗ്രാസ് ഓപ്പർ ആൻഡ് ക്രിക്കറ്റ് എന്ന ഒരു കവിതയിലെ 4 വരികളാണ്. അത് പ്രകൃതിയുടെയും ഈ ഭൂമിയുടെയും ശക്തിയെ തന്നെ എടുത്തു കാണിക്കുന്ന ഒരു കവിതയാണ്. അതായത്
ഈ ഭൂമിയുടെ കവിതയെ നമുക്കൊരിക്കലും കൊല്ലുവാൻ, അല്ലെങ്കിൽ അതൊരിക്കലും മരിക്കുകയില്ല. പക്ഷികളൊക്കെ സൂര്യൻ്റെ ഹോട്ട് സണ്ണിൽ, അതായത് സൂര്യൻ്റെ ആ ചൂടിൽ മയങ്ങിപ്പോയാലും, പാടാൻ കഴിയാതെ ക്ഷീണിച്ചു പോയാലും, തണലിൽ ഒളിച്ചിരുന്നാലും അവിടെയും ഒരു ശബ്ദം വീണ്ടും ഉയർന്നു വരും, ഒരു ചീവീടിൻ്റെ ശബ്ദം ഉയർന്നു വരും എന്നാണ് പറയുന്നത്. ഫ്രം ഹെഡ്സ് ടു ഹെഡ്ജ് അബൌട്ട് ദ ന്യൂ മോൺ മീഡ്. അതായത് വയലിലെ പാടമെല്ലാം കൊയ്ത് വൃത്തിയാക്കി കഴിഞ്ഞ പാടത്തിലും അത്രയും ഭയങ്കര ചൂടിലെല്ലാം തളർന്നു പോയ പക്ഷികളുണ്ടെങ്കിലും അവിടെ ഒരു ഗ്രാസ് ഹോപ്പർ ഭൂമിക്ക് വേണ്ടി പാടും. അതായത് പ്രകൃതിയുടെ ശക്തിയാണ്. നമുക്ക് പ്രകൃതിയെ ഒരിക്കലും നാം എപ്പോഴും പ്രകൃതിക്ക് താഴെയാണ്. പ്രകൃതിയുടെ നമ്മൾ എത്രയൊക്കെ തന്നെ സാങ്കേതികമായി മുന്നോട്ട് വന്നാലും ഒരു പ്രകൃതി ദുരന്തത്തിന് തളർത്താൻ കഴിയുന്നതേ ഉള്ളൂ നമ്മുടെ സാങ്കേതികതയെല്ലാം. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതിക്ക് യോജിച്ച്, പ്രകൃതിയെ ബഹുമാനിച്ച് ജീവിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി തരും. പക്ഷേ അതിനെ ചൂഷണം ചെയ്ത് വരും തലമുറകളെ കൂടി ആലോചിക്കാതെ നമ്മൾ പ്രകൃതിയോട് പെരുമാറിയാൽ പ്രകൃതിക്ക് അതിനെ സ്വയം, നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പൊല്യൂട്ട് ചെയ്ത് ഇതിനെല്ലാം മലിനമാക്കാം. അതിനെല്ലാം വളരെ നിമിഷങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് വൃത്തിയാക്കി പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളതാണ് പ്രകൃതി. ഒരുപക്ഷെ ആ സമയം നാം വംശനാശത്തിലേക്ക് എത്തിപ്പെടും. അപ്പോൾ നമുക്കാണ് പ്രകൃതിയെ വേണ്ടത്. പ്രകൃതിക്ക് സ്വയം പുനരുജ്ജീവിക്കാനുള്ള കഴിവുണ്ട്. എത്രയൊക്കെ നശിപ്പിച്ചാലും അതിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല. പ്രകൃതിയുടെ കവിത ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ് ഈ 4 വരികൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് മൊത്തം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ശാകുന്തളം തുടങ്ങുന്നതിൽ ദ ക്ലിയർ ബ്ലൂ സ്കൈ, അതായത് യാതൊരു മേഘവുമില്ലാതെ വളരെ ഭംഗിയുള്ള നല്ല ഇളം നീല നിറമുള്ള ആകാശം. സ്പാർക്ലിംഗ് റിവേഴ്സ്, അതായത് കളകളം പാടിക്കൊണ്ട് ഒഴുകുന്ന നദികൾ. അതൊക്കെ അതിൻ്റെ ആ നദിയുടെ ശബ്ദം തന്നെ. ഇന്ന് നോയിസ് പൊല്യൂഷനാണ് മൊത്തം. പലതരം നമുക്ക് ചെവിക്ക് ഇമ്പമില്ലാത്ത തരം സൗണ്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നു. പക്ഷേ വളരെ ഇമ്പമുള്ള വെള്ളത്തിൻ്റെ, നദി ഒഴുകുന്ന സൗണ്ട്. ആൻഡ് ദ ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്, അതായത് വീട്ടുമുറ്റത്തുള്ള മുല്ലയും റോസയുടെയും ഒക്കെ ഇന്ന് പുതിയ പുതിയ പല മണമില്ലാത്ത പൂക്കളും വന്നു കഴിഞ്ഞു. പക്ഷേ പണ്ടൊക്കെയുള്ള പൂക്കൾ വളരെ മണമുള്ള പൂക്കളാണ്. മുല്ലയും പിച്ചിയും റോസയും, ഇങ്ങനെ മണമുള്ള പൂക്കൾ. സ്പീക്ക് ടു us ഓഫ് ദ ജോയ് ആൻഡ് സെറനിറ്റി ഇൻ നേച്ചർ, അതായത് ആ പ്രകൃതിയുടെ ശാന്തത, അതിൻ്റെ ഒരു ദൈവീകത്വം, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷം, ഇതൊക്കെ പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രയും സന്തോഷങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രകൃതി നമ്മെ നിലനിർത്തുന്നത്. ഷുഡൻറ്റ് വി ലിവ് ഇൻ ഹാർമണി വിത്ത് മദർ നേച്ചർ? പ്രകൃതി നമ്മുടെ അമ്മ തന്നെയാണ്. നമ്മളെ നിലനിർത്തുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് കുടിക്കുവാൻ വെള്ളം തരുന്ന, ശ്വാസം തരുന്ന അമ്മ തന്നെയാണ് പ്രകൃതി. ആ അമ്മയോട് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഹാർമോണിയസ് ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇഫ് അവർ ബോണ്ട് വിത്ത് ദ നേച്ചർ ബ്രേക്സ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിസാസ്റ്റർ. അതായത് നമ്മുടെ ആ സ്നേഹബന്ധം, അല്ലെങ്കിൽ ആ ഒരു കടപ്പാട് നേച്ചറിനോട്, പ്രകൃതിയോട്, അത് നഷ്ടപ്പെട്ടാൽ അത് ദുരന്തങ്ങളിലേക്ക് വഴിതെളിക്കും. നമ്മൾ യാതൊരു കരുണയും ഇല്ലാതെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ചാൽ നമുക്ക് മഴ കിട്ടില്ല, വരൾച്ച വരും.
ഇനി മഴ വരുമ്പോൾ തന്നെ എല്ലാം ഒലിപ്പിച്ച് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എപ്പോഴും അതിനോടുള്ള ഒരു കടമ, ആ ഒരു ബോണ്ട്, ആ ബന്ധം നമ്മളെപ്പോഴും മുറിയാതെ നിലനിർത്തണം. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ancestors ടു നേച്ചർ? നമ്മൾ അതാണ് ടീച്ചർ ആദ്യം പാടിത്തന്ന 2-3 വരികൾ. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ പ്രകൃതിയോടുള്ള മനോഭാവം എന്തായിരുന്നു മനോഭാവം? താനേ തൊണ്ട നനയ്ക്കയില്ലിവൾ. അതിന് പ്രകൃതിക്ക് വെള്ളം കൊടുക്കാതെ, ചെടികൾക്ക് വെള്ളം കൊടുക്കാതെ സ്വയം വെള്ളം കുടിക്കാത്ത ആളായിരുന്നു ശകുന്തള. പിന്നെ എന്തുമായിരുന്നു? കൗതുകം തോന്നിയാലും പല്ലവത്തിനെ പൊട്ടിച്ചിടാ പല്ലവം, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ശകുന്തള. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ പൂർവികരും പ്രകൃതിയെ ആരാധിക്കുകയും അതിനെ അമ്മയായിട്ട് കാണുകയും അതൊരു കടമ പോലെ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ കടമ പോലെ നമ്മൾ ചെയ്യേണ്ട ധർമ്മമായി കണ്ടിരുന്ന ഒരു തലമുറയാണ് ഭാരതത്തിനുള്ളത്. Didn't they try to coexist with nature? പ്രകൃതി നിലനിൽക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ നിലനിൽക്കുന്നു എന്ന് മാത്രമേ അവര് വിചാരിച്ചുള്ളൂ. ഈ പ്രകൃതിയെ അടക്കി വാണുകൊണ്ട് നമുക്ക് നിലനിൽക്കാം എന്നവർ വിചാരിച്ചില്ല. We can coexist with nature. ഈ ജീവജാലങ്ങളോടൊപ്പം, ഈ കുയിലിനോടും മാനിനോടും കിളികളോടും പൂമ്പാറ്റയോടും ഒപ്പം നമുക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നവരാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൂർവികന്മാർ. Here is an excerpt from the play ശാകുന്തളം by കാളിദാസ. കാളിദാസന്റെ ശാകുന്തളത്തിലെ ഒരു ചെറിയ പ്ലേയുടെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. Let's examine how our ancestors lived at that time. ആ സമയത്ത് നമ്മുടെ പൂർവികന്മാർ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമുക്ക് ഈ പാഠഭാഗം പഠിക്കുവാൻ തന്നിട്ട്. അതായത് ചെടികളോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾ ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കണമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രകൃതിയോട് വളരെ സ്നേഹമുള്ളവരാണ്. അതായത് നമ്മളിനി പഠിക്കുമ്പോൾ ദുഷ്യന്തൻ മാനിനെ വേട്ടയാടാൻ വേണ്ടി വരുമ്പോൾ മുനിവര്യന്മാർ പറയുന്നുണ്ട്, അതിന് നിന്നേക്കാളും വളരെ കഴിവ് കുറഞ്ഞ ഒരു മൃഗമാണ്, അങ്ങനെ ഒരു മൃഗത്തിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കി. നമ്മൾ ഒരുപാട് ഗുണങ്ങളും കൂടെ ഈ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു തെറ്റ് ഒരാൾ പറയുമ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അത് അനുസരിക്കാനുള്ള ഒരു അനുസരണ എന്നുള്ള ഗുണം, തെറ്റ് കണ്ടാൽ അത് തിരുത്തുവാനുള്ള ഗുണം, ഇതെല്ലാം നമ്മൾ ഈ പാഠഭാഗത്തിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ഡ്രമാറ്റിസ് പേഴ്സണെ എന്ന് പറയുന്നത് കിങ് ദുഷ്യന്ത മഹാരാജാവ്, ചാരിയോട്ടീർ അത് അദ്ദേഹം വരുന്ന രഥം ഓട്ടിക്കുന്ന സാരഥിയുണ്ട്, പിന്നെ ശകുന്തള ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കണ്വ മഹർഷിയുടെ മകളായ എടുത്തു വളർത്തുന്ന അഡോപ്റ്റഡ് ചൈൽഡായ ദത്തുപുത്രിയായ ശകുന്തളയുണ്ട്. പിന്നെ അനസൂയയും പ്രിയമതയും ശകുന്തളയുടെ തോഴിമാരാണ്, കൂട്ടുകാരാണ്. അപ്പോൾ കിങ് ദുഷ്യന്ത, ചാരിയോട്ടീർ, ശകുന്തള ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കണ്വ, അനസൂയ ആൻഡ് പ്രിയമത ഫ്രണ്ട്സ് ഓഫ് ശകുന്തള. ഇത്രയും പേരാണ് ഇതിലെ നമ്മൾ പഠിക്കുന്ന പാഠഭാഗത്തിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ ആദ്യത്തെ പാർട്ടിലെ ദുഷ്യന്ത ആൻഡ് ദ ഡിയർ,